അശ്വിനും നിങ്ങളൊക്കെ നിൽക്കുമ്പോഴേക്കും ഇത് ഹ്യൂമറായിട്ട് പോയില്ലെങ്കിൽ അത് വേറെ പ്രശ്നം. അതുകൊണ്ട് ഇത് നമുക്ക് മാക്സിമം ലൈറ്റായിട്ട് പോവുക എന്നുള്ളതാണ് ഉദ്ദേശം. എന്നാലും കുറച്ച് ചോദ്യങ്ങളുണ്ട്. ആദ്യം ഞാൻ ലുക്മാനോട് തന്നെ തുടങ്ങാം. ഇപ്പം അഞ്ചകള്ളക്കുക്കാൻ, പെരുമാനി, ഈ പടങ്ങൾ തിയേറ്ററുകളിൽ ഞാൻ പോയി കാണുമ്പോൾ ഉള്ള അവസ്ഥ എന്ന് പറയുന്നത്, അഞ്ചകള്ളക്കുക്കാൻ കാണുമ്പോൾ വലിയ ആൾക്കൂട്ടം ബഹളങ്ങളില്ലായിരുന്നു. പെരുമാനി അതേ അവസ്ഥയായിരുന്നു. ഈ രണ്ട് പടങ്ങളും പേഴ്സണലി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടതാണ്. പക്ഷെ എന്തുകൊണ്ട് ആളുകൾ എത്തുന്നില്ല എന്നൊരു ചോദ്യം ഉള്ളിൻ്റെ ഉള്ളിൽ ചോദിക്കാന്നല്ലാതെ വേറെ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. എന്തുകൊണ്ടാണ് എന്ന് തോന്നിയിട്ടുണ്ടോ? പിന്നീട് റിലീസിന് ശേഷവും നല്ല റെസ്പോൺസ് അഞ്ചകള്ളക്കുക്കാനാവട്ടെ പെരുമാനിക്കും ഉണ്ടായിരുന്നു. പക്ഷെ ഓഡിയൻസ് വരുന്നതിനുള്ളൊരു എന്താണ് കാരണം എന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? അല്ല, അത് എപ്പോഴും ചിന്തിക്കാറുണ്ട്. അല്ല, അതെന്താണെന്ന് വെച്ചാൽ സിനിമ സക്സസ് ആവുക, സിനിമ ഹിറ്റാവുക എന്നുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് സിനിമ നന്നാവുക എന്നതിനപ്പുറം വേറെ പല ഫാക്ടേഴ്സ് ഉണ്ടാവും, ഉറപ്പായിട്ടും ഉണ്ടാവും. അതില്ല, നമ്മൾ ഹിറ്റായ സിനിമകളെല്ലാം നല്ലതോ അല്ല, എന്നാൽ ഫ്ലോപ്പായ സിനിമകളെല്ലാം മോശമല്ല. അത് ചിലപ്പോൾ നല്ല സിനിമകൾ ഹിറ്റാവാതെ പോയിട്ടുണ്ട്. ഈ പറഞ്ഞ പോലെ മോശം സിനിമ നമുക്ക് ഈ പടം ഹിറ്റായി എന്ന് ചോദിക്കുന്ന സിനിമകൾ വലിയ രീതിയിൽ ഹിറ്റായിട്ടുണ്ടാവും. എന്റെ പടങ്ങളിലും അങ്ങനെ ഉണ്ടായിട്ടുണ്ടായി. ഈ പടം ഹിറ്റായോ അല്ലെങ്കിൽ ഈ പടം നല്ലതായിരുന്നു എന്നൊക്കെ. ഇതെന്താ വെച്ചാൽ നമ്മൾ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞ് നമ്മൾ കാണുമ്പോ നമ്മൾ നേരത്തെ ഞങ്ങൾ ഇന്റർവ്യൂവിൽ പറഞ്ഞു, നമ്മൾ ക്രൂ കാണുന്ന ഒരു ഫീലേ അല്ല ഒരു വേറൊരു നമ്മളൊന്നും അറിയാത്ത കുറെ ഓഡിയൻസിന്റെ ഫ്രണ്ടിൽ ഇതിനെ ചെയ്യുമ്പോൾ ഉണ്ടാവുന്നത്. അത് OTT വരുമ്പോഴും ഇത് ഭയങ്കര പേഴ്സണൽ വാച്ചാണ്. ഓരോരുത്തർ വീട്ടിലിരുന്ന് അല്ലെങ്കിൽ ഒരു 4 പേര് അവർ ഫാമിലി ഇരുന്ന് മാത്രം കാണുന്ന ഒരു പരിപാടിയിലാണ്. അപ്പൊ അത് എൻജോയ് ചെയ്യുന്നത് വേറെ രീതിയിലാണ്. അപ്പൊ ഇത് എൻജോയ് ചെയ്യുമ്പോഴുള്ള സറൗണ്ട് എല്ലാം വ്യത്യാസമുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ നമ്മളിങ്ങനെ മാറി തുടങ്ങിയല്ലോ ഒരു തിയേറ്റർ വൈബ്, തിയേറ്റർ കൾച്ചർ എങ്ങനെ ആയിരിക്കണം, എങ്ങനെയുള്ള സിനിമകളായിരിക്കണം, ഇപ്പോഴത്തെ ഒരു കൾച്ചർ എന്താണ്, എങ്ങനെയുള്ള സിനിമകളായിരിക്കണം എന്നുള്ളത് എനിക്ക് തോന്നുന്നു ഫിലിം മേക്കേഴ്സും ഫിലിമുമായി ബന്ധപ്പെട്ട എല്ലാവരും ആ ഡൗട്ടിലാണ്. അതെന്താണെന്നുള്ളത് അത് എപ്പോഴും നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല തിയേറ്റർ സക്സസ്. കാരണം അത് നമ്മുടെ കയ്യിലല്ല, നമ്മളത് ജനങ്ങളുടെ പൊതു സ്ഥലത്തോട് കൊടുക്കുകയാണ്. അപ്പോൾ അത് എപ്പോഴും നമുക്ക് വെല്ലുവിളി തന്നെയാണ്. അത് ചിലപ്പോൾ വർക്കാവാതെ പോകും, ചിലപ്പോൾ OTT വർക്കാവും, നമ്മൾ വീണ്ടും ട്രൈ ചെയ്യും. ഇതായിരിക്കും നല്ലതെന്ന് വിചാരിച്ച് വീണ്ടും ട്രൈ ചെയ്യും. ആ ട്രൈയിങ് ഇങ്ങനെ തുടരാന്നല്ലാതെ നമുക്കതൊരു സൊല്യൂഷൻ എത്തുക എന്നുള്ളൊരു പോയിന്റ് ഇല്ല. അതിങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നു. ഈ നമ്മൾ ഈ സിനിമകൾ ചൂസ് ചെയ്യുമ്പോഴേ ഇത് ഇപ്പം ലുക്മാൻ നായകനായിട്ട് മാത്രമല്ലോ നിൽക്കുന്നത്, ഹീറോ, കോ ആക്ടറോ അല്ലെങ്കിൽ സപ്പോർട്ടിംഗ് ആക്ടർ എല്ലാ രീതിയിലും ചെയ്യാറുണ്ടല്ലോ. അത് നമ്മൾ ഫ്ലെക്സിബിൾ ആയിട്ട് നിൽക്കുക, അല്ലാതെ നമ്മൾ അങ്ങനെ ഒരു സ്റ്റാർഡം അല്ലെങ്കിൽ നായകനാവുക എന്നുള്ള രീതിയിലൊന്നും ഇല്ല. വരുന്ന സ്ക്രിപ്റ്റുകൾ ചൂസ് ചെയ്യുന്നത് തന്നെയാണ്. അത് വരുന്ന എല്ലാ സ്ക്രിപ്റ്റുകളും ചൂസ് ചെയ്യാന്നല്ല, വരുന്ന നമുക്ക് വർക്കാവുന്നത്, നമുക്ക് നല്ലതെന്ന് തോന്നുന്നത്, നമുക്ക് ചെയ്യാൻ എക്സൈറ്റഡ് ആയിട്ടുള്ള സിനിമകൾ ചെയ്യാന്നുള്ളതാണ്. ചിലത് നന്നാവും, ചിലത് പാളും എന്നുള്ളതാണ്. ബേസിക്കലി നമ്മുടെ ആദ്യം മുതലുള്ള ആഗ്രഹം സിനിമയിൽ അഭിനയിക്കാന്ന് മാത്രമായിരുന്നു. പിന്നീടാണ് എപ്പോഴോ നമുക്ക് ആഗ്രഹം വന്ന് നായകന എന്നുള്ള ഹീറോ അങ്ങനത്തെ ക്യാരക്ടേഴ്സ് ഒക്കെ വന്നപ്പോൾ നമ്മൾ അങ്ങനത്തെ ക്യാരക്ടേഴ്സും പിടിച്ചു നോക്കുന്നുണ്ട്. ഒപ്പം സിനിമ നമുക്ക് എന്തായാലും മിസ് ചെയ്യാൻ പറ്റില്ല. അത് നമ്മൾ അങ്ങനെ പോകും. പ്രേക്ഷകർ എന്ത് തീരുമാനിക്കുന്ന അനുസരിച്ചിട്ടാണ് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തീരുമാനം. പക്ഷെ പ്രേക്ഷകർ എപ്പോഴും ഒപ്പം ഉണ്ടെന്ന് തന്നെ. ഞാനിപ്പോ 10 വർഷത്തോളം സിനിമയിൽ നിന്നപ്പോഴും എനിക്ക് മനസ്സിലായത്, പ്രേക്ഷകർ അങ്ങനെ എനിക്ക് കുറെ എക്സ്ക്യൂസസ് തരാറുണ്ട്, എന്റെ ഒപ്പം നിൽക്കാറുണ്ട്. എന്റെ വളർച്ചയിലും ഇൻ ദ സെൻസ് ആസ് എൻ ആക്ടർ വളരുന്നതിലും അവരെന്നെ നല്ല രീതിയിൽ ക്രിറ്റിസൈസ് ചെയ്യാറുണ്ട്, നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യാറുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്നത്. പ്രേക്ഷകരൊപ്പം നിന്ന് അവരുടെ ഇടയിൽ ഒരാളായിട്ട് തന്നെയാണ് എന്നെ കാണുന്നത് എന്നുള്ളത് എപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട്. പലപ്പോഴും പല ആളുകൾ പുറത്തുനിന്ന് കാണുമ്പോഴും ലുക്കോ എന്നൊക്കെ വിളിച്ച് വരും. അപ്പൊ ഞാൻ നമ്മള് നീ എന്താണ് വിശേഷം എന്നൊക്കെ ചോദിക്കും. അപ്പോഴാണ് നമ്മുടെ ഇടയിലുള്ള ഒരാളായി എന്നൊക്കെ അങ്ങനെയൊക്കെ സംസാരിക്കും. ആ ഇമേജ് അതെനിക്ക് ഭയങ്കര സന്തോഷം തരുന്ന കാര്യമാണ്. അങ്ങനെ ആൾക്കാരെ റെപ്രസെന്റ് ചെയ്യാൻ പറ്റുന്നത്, അങ്ങനെ അവർ കാണുന്നത്. തൊട്ടടുത്ത വീട്ടിലെ പേര് ഇത് സ്വന്തം വീട്ടിലെ പേര് ഉണ്ടല്ലോ. ദൃശ്യം നമ്മള് മാവേലി വർഷത്തിൽ ഒരിക്കൽ വരും. ദൃശ്യം എവിടെയാണ്? ഞാൻ കമന്റ്സ് കാണുമ്പോഴേ അല്ലെങ്കിൽ നമ്മളിത് ആലോചിക്കുമ്പോഴാണ് ദൃശ്യം വരും പോകും, പിന്നെ വരും പോകും. ഇത് എവിടെ പോകുന്നത്? അത് ഞാൻ അങ്ങനെ പ്ലാൻ ചെയ്ത് വരലും പോകലും അങ്ങനല്ല. അത് ഞാൻ ഒരു മേജർ ബ്രേക്ക് എടുത്തത് ഞാൻ ഹാപ്പി വെഡിങ് കഴിഞ്ഞ് ചെയ്യുന്ന സമയത്ത് +1 +2 ആ ഒരു ടൈം ആയിരുന്നു. അപ്പൊ അത് കഴിഞ്ഞ് എനിക്ക് സിനിമയെ കുറിച്ച് അധികമൊന്നും നോളജ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇതാണ് എന്റെ പ്രൊഫഷൻ എങ്കിൽ തീർച്ചയായിട്ടും ഇതിനെ കുറിച്ച് ഒരു അറിവ് വേണം എന്ന് തോന്നി. അങ്ങനെ ഡിഗ്രി പെർസ്യൂ ചെയ്യാൻ വേണ്ടി പോയി. അപ്പൊ ആ സമയത്ത് ബാംഗ്ലൂരായിരുന്നു. അപ്പോൾ ഷൂട്ട് ചെയ്യാനും ഓപ്പർച്യൂണിറ്റീസ് വരുന്നുണ്ടെങ്കിലും ചിലത് എനിക്ക് പിക്ക് ചെയ്യാൻ പറ്റില്ല. ചില ഓപ്പർച്യൂണിറ്റീസ് വരുന്നത് ഞാൻ അറിയുന്നില്ല. കാരണം എന്നെ കോണ്ടാക്ട് ചെയ്യാൻ ആരുടെ കയ്യിലും അങ്ങനെ ഞാൻ അത്ര ഭയങ്കര സോഷ്യൽ ആയിട്ടുള്ള ഒരു പേഴ്സണും അല്ല. കുറെ പേർക്ക് എന്റെ നമ്പറും അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ല. പിന്നെ ഇപ്പൊ ഈ കുറെ ആയിട്ട് ഞാൻ ഇങ്ങനെ അറിയുന്നുണ്ടാവും, അന്ന് ഒരു പ്രോജക്റ്റിന് സംസാരിക്കാൻ വേണ്ടി വിളിച്ചിട്ടുണ്ടായിരുന്നു, കിട്ടിയില്ല. വേറെ ആരും
കല്യാണം കഴിച്ചു പോയി എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ. ഞാൻ കണ്ടു അത്, കല്യാണം കഴിച്ചു പോയി അതുകൊണ്ടാണ് മേജർ ഗ്യാപ്പ് എടുത്തത്. അല്ല, ഫേക്ക് ന്യൂസ്. അത് ഫേക്ക് ന്യൂസ്. അതിന് കമന്റ് ഓർമ്മ അതെ ആ കമന്റിന്റെ താഴെ തന്നെ ഫേക്ക് ന്യൂസ് പറഞ്ഞിട്ടുള്ള ഒരു കമന്റ് ഞാൻ കണ്ടിരുന്നു. അല്ല ഇത് വേറെ പോസ്റ്റിന്റെ താഴെ ഇത് വേറെ ഇത് വേറെ. ഓക്കെ. നോ ഫേക്ക് ന്യൂസ്. അങ്ങനെ അപ്പൊ അങ്ങനെ പ്ലാൻ ചെയ്തെടുത്ത അവള് പഠിച്ചതും സിനിമയാണ്. ഡിഗ്രി ബാംഗ്ലൂർ പഠിച്ചതും സിനിമയാണ്. ഫിലിം മേക്കിംഗ് ആയിരുന്നു പഠിച്ചിട്ടുണ്ടായിരുന്നത്. അശ്വിനെ ഇപ്പം ഞാനിപ്പോ അരമണിക്കൂർ മുമ്പ് ഇൻസ്റ്റാഗ്രാം സ്ക്രോൾ ചെയ്യുമ്പോൾ അശ്വിന്റെ ഒരു റീൽ അവിചാരിതമായി വന്ന കേട്ടോ. അത് വന്നത് അശ്വിനും അമ്മയും കൂടെ ഉള്ള ഒരു മറ്റേ തിയേറ്ററിന്റെ അതിപ്പോ മറ്റേ എനിക്ക് കിട്ടിയത് കിട്ടിയല്ലേ? ഞാൻ അല്ലെങ്കിൽ തള്ളാന്ന് വിചാരിക്കും പറയുന്നത്. നമ്മൾ ഈ സ്റ്റേജിലുള്ള അശ്വിനെ മിസ് ചെയ്യുന്നുണ്ട് കേട്ടോ. അത് വരുന്നുണ്ടോ? അത് എന്താണ്? അല്ല, സ്റ്റേജ് എന്ന് പറയുമ്പം ഈ ചാനലിലൊക്കെ വന്നത് ആക്ച്വലി സിനിമയിലേക്ക് വരാനുള്ള വഴിയായിരുന്നു. അത് ഞാൻ ആ ചാനലിൽ കയറുന്നതിൻ്റെ മുമ്പ് ഫസ്റ്റ് ഡേ ബമ്പർച്ചിരിയുടെ ആദ്യത്തെ ഡയറക്ടർ ശ്രുതി പിള്ളയാണ്. ശ്രുതി മാഡത്തിനോട് ഞാൻ ആദ്യം ഞങ്ങൾ പേഴ്സണലി ഇരിക്കും കണ്ടസ്റ്റൻസ് ആയിട്ട് ഡയറക്ടർ നേരിട്ട് സംസാരിക്കുന്ന സമയത്ത് ഞാൻ പേഴ്സണലി സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞതാണ്, മാം സിനിമയിൽ കയറാൻ ഉള്ള വഴിയാണ്, സിനിമയിലേക്ക് ഒരു സ്പേസ് കിട്ടിയാൽ ഞാൻ പോകും എന്നുള്ളത്. ഞാൻ ഓൾറെഡി വരില്ല എന്നുള്ളതല്ല, നമ്മളെല്ലാവരും ഒരു അപ്ഡേറ്റ് ആവണം അല്ലെങ്കിൽ മുകളിലോട്ട് പോകാൻ വേണ്ടി സിനിമ ചെയ്യാൻ വേണ്ടിയാണ് സത്യം പറഞ്ഞാൽ ഈ ചാനലിലും അവിടെയൊക്കെ മിക്ക ആളുകളും ഷോ ചെയ്യുന്നതും പ്രോഗ്രാം ചെയ്യുന്നതൊക്കെ നാളെ ഒരു നല്ല സിനിമ വരും അതുവഴി രക്ഷപ്പെടാം എന്നുള്ളൊരു സേഫ് സോണിൽ തന്നെയാണ്. എൻ്റെ ലക്ഷ്യം സിനിമ എന്നുള്ളത് തന്നെയാണ്. സിനിമയിലേക്കുള്ളൊരു വഴിയാണ് എനിക്ക് ആ ഷോ.